എന്നിട്ട് എന്താ ഉണ്ടായത് പറ. എന്തിനാ അങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാം. എന്നെ തേടി ഒരാൾ ഈ ഗ്രാമത്തിലേക്ക് നടന്നെടുക്കുന്നു. അയാൾ ഇവിടെ എത്തിയാൽ എൻ്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെടും. അയാൾ ഇവിടെ എത്തിയാൽ പിന്നൊരു സഹായവും എനിക്ക് ആർക്കും ചെയ്യാൻ കഴിയില്ല. അയാൾ എന്നെ പിടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകും. ആരാണ് അയാൾ? എന്തിനാ നിന്നെ കൊണ്ടുപോണേ? നീ പോകണ്ട, ഞാൻ വിടൂല. നിനക്കറിയാഞ്ഞിട്ടാ സുക്കൂറെ, അയാൾ ഒരു ദുർമന്ത്രവാദിയാണ്. എന്നെ പോലുള്ള ഒരുപാട് ഭൂതങ്ങളാണ് അയാളുടെ ശക്തി. എന്തിനാണ് അയാൾക്ക് നിങ്ങളെ? നിന്നെ പോലെയുള്ള മനുഷ്യർക്ക് അയാൾ കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി ധാരാളം പേർ അയാളെ സമീപിക്കാറുണ്ട്. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അയാൾ ഞങ്ങളിലൂടെയാണ്. ഞങ്ങളിൽ ആർക്കും ഒരാളെ ഉപദ്രവിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ അയാൾ നിർബന്ധപൂർവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പറ്റില്ല എന്ന് പറഞ്ഞൂടെ? പറ്റില്ലെന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള ആഭരണങ്ങൾ അയാൾ ഞങ്ങളെ അണിയിക്കും. അത് ഞങ്ങളുടെ ശരീരത്തിൽ ചുട്ടു പഴുതു കിടക്കും. ഞങ്ങളിൽ ആർക്കും അയാൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്കും ശക്തിയുള്ള മന്ത്രങ്ങളാണ് അയാൾ ഞങ്ങളിൽ പ്രയോഗിക്കുന്നത്. കാറ്റിനെ പിടിച്ചു നിർത്താനും മേഘങ്ങളെ തടഞ്ഞു നിർത്താനും വരെയുള്ള മന്ത്രങ്ങൾ അയാൾക്ക് വശമുണ്ട്. അത്രയ്ക്കും ശക്തനാണ് അയാൾ. അപ്പൊ ഇനി ഒരിക്കലും നമ്മൾ കാണൂല? കാണും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അയാളെ വിഡ്ഢിയാക്കി പലപ്പോഴും ഞാൻ അയാളെ കയ്യിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം അയാളെ ആവാഹിച്ചു കൊണ്ടുപോകുന്ന ആ മൺകലം തന്നെയാണ്. അത് പൊട്ടുമ്പോൾ പല പ്രാവശ്യം ഞാൻ അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ സുക്കൂറിൻ്റെ അടുത്ത് എത്തും. ഞാൻ വിചാരിച്ച അന്വേഷിക്കാൻ പറ്റുമോ? നീ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നിന്നെ എന്നേക്കുമായി അയാൾ ഇല്ലാതെയാക്കും. അത്രയ്ക്കും ദുഷ്ടനാണ് അയാൾ. അയാളെ എനിക്കത് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാ നോക്ക്. ഇത്രക്ക് ഭയങ്കരനാ? അവര് രണ്ടുപേരുണ്ടല്ലേ? സുക്കൂർ, ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അവർ നിന്നെ ആക്രമിക്കാനുള്ള വരവാണ്. എന്റെ ശക്തി ക്ഷയിച്ച കാര്യം എങ്ങനെയോ അവർ അറിഞ്ഞിട്ടുണ്ട്. വാ, നമുക്ക് വേഗം രക്ഷപ്പെടാം. പോയി, എല്ലാം പോയി. എന്റെ ശക്തി എല്ലാം ക്ഷയിച്ചു പോയി. എനിക്കിനി നിന്നെ സഹായിക്കാൻ കഴിയില്ല. അവരിങ്ങ് എത്തുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെട്ടോ. അതാ നിക്കണ തല്ലി കൊല്ലടാ. ഓടിക്കു സുക്കൂറെ, വേഗം ഓടി രക്ഷപ്പെടും. നമ്മള് സുക്കൂറക്കാനെ തല്ലി കൊല്ലുന്ന തോന്നുന്നത്. നമുക്ക് ഭൂതത്തിനെ വിളിച്ചാലോ? വേണ്ട, ഭൂതത്തിന്റെ ശക്തിയൊക്കെ പോയിന്നല്ലേ സുക്കൂറക്ക പറഞ്ഞത്.
സുക്കൂർ, ഞാൻ അപ്രത്യക്ഷനാകാൻ പോകുകയാണ്. അയാളുടെ മന്ത്രോച്ചാരണങ്ങൾ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാനും കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോകണം. മറ്റെവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കണം. ഞാൻ വരും, നിന്നോട് വാക്ക് പറഞ്ഞതുപോലെ ഒരിക്കൽ. ഞാൻ വരട്ടെ കൂട്ടുകാരെ, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നീ വന്നുവല്ലേ? നീ എന്തു വിചാരിച്ചു? എന്നും എന്റെ കണ്ണിൽപ്പെടാതെ ആ കുട്ടികളോടൊപ്പം സുഖിച്ചു കഴിയാമെന്നോ? നീ വെറും ഒരു ഭൂതമാണെന്ന് മറന്നു. നീ അടക്കം 6 ഭൂതങ്ങളെ അടക്കി വാഴുന്നവനാണ് ഈ മർക്കടരാവണൻ. അത് നീ മറന്നുവല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കലത്തിലേക്ക് കയറൂ. കയറാൻ. വരൂ ശിഷ്യ, നമുക്ക് നമ്മുടെ മാന്ത്രിക ഗുഹയിലേക്ക് മടങ്ങാം. അല്ലാ, എന്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? മനുഷ്യനെ ആരാ ഇവനെങ്ങനെ തല്ലിച്ചതച്ചത്? അല്ലാ, എല്ലോലും തീ വെച്ചു, ഒന്നും ബാക്കിയില്ല. ഞങ്ങൾക്ക് കിട്ടിയത് ഭാഗ്യം. എന്റെ ഭൂതം. ഭൂതത്തിന് ആ മന്ത്രവാദി പിടിച്ചോണ്ടുപോയി. ഇനി നമ്മളെ സഹായിക്കാൻ ആരുമില്ല. സാരല്ല മോനെ, നമ്മക്ക് ഈ ദുനിയാവിലൊന്നും വേണ്ട. മോൻ കരയണ്ട, നമുക്ക് എങ്ങോട്ടേലും മോനെ പിടിച്ചോടെ നമുക്ക് പോവാം. പോട്ടെ, വിധിണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം കേട്ടോ. ഉറപ്പായിട്ടും പോയാലിനി തിരിച്ചു വരുമോ?
ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എന്നെങ്കിലും ഭൂതം വരാതിരിക്കില്ല. അന്ന് ഞാനും തിരിച്ചു വരും. പോട്ടെ.